വരുമ്പോൾ തന്നെ 11:45 നിൽക്കുന്നത് ഞാനായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഗേറ്റ് ആണല്ലോ, അപ്പോൾ ഇരിക്കാനും ഇരുന്ന് ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മലകളായിരുന്നു. അങ്ങനെ കുറച്ച് ഫ്ലൈറ്റ് കഥ, ഇമിഗ്രേഷൻ കഥ ഇത് പറയാണ്ടിരിക്കുക. ഈ ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസമായി. നമുക്ക് പുലർച്ചെ 2:40 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ 11:30 ആകുമ്പോഴേക്കും നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി. നമ്മൾ ഫുജൈറയിൽ ഡാൻസ് ടീച്ചറായിട്ട് ജോലി കിട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഡ്രസ്സ് മാറാൻ നേരം കിട്ടിയില്ല, കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഡ്രസ്സ് മാറിയിട്ട് പോകണമല്ലോ. ഇതല്ല ഞാൻ വിചാരിച്ചത് ഇടണമെന്ന്. ഇതാണ് ഇട്ടത് ഫുള്ള്. അപ്പൊ സമയം 11:30 കഴിഞ്ഞു അല്ലേ? ലെറ്റ് മീ ചെക്ക്. 11:40 ആയി. നമുക്ക് വേഗം പോയിട്ട് ചെക്ക് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ കയറണം. ശരി, ഇവിടെ നിന്നൊരു വണ്ടി കിട്ടില്ല. നമ്മളെ സ്കൂളുകാർ അയച്ചു തന്ന വിസയിലും ടിക്കറ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു ടിക്കറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു 30 കിലോ ആണ് നമുക്ക് ലഗേജിൽ, എക്സ്ട്രാ ലഗേജിൽ കൊണ്ടുപോകാൻ പറ്റുക. പക്ഷേ എൻ്റെ ലഗേജ് ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ചെടുത്ത് ഞാൻ പുറത്തേക്ക് ഇടൽ പരിപാടികളായിരുന്നു ഇപ്പോൾ നടക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഉണ്ടായിരുന്നു സാധനങ്ങൾ. പക്ഷേ ഞാൻ അതങ്ങനെ കയറ്റി കൊണ്ടുപോയി അവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് ഒരു അത്ഭുതവും സംഭവിച്ചില്ല. നമ്മൾ കുറേ സാധനങ്ങൾ പുറത്തേക്ക് ഇടുകയാണ് ചെയ്തത്. പുറത്തേക്ക് ഇട്ട് ആ സെക്യൂരിറ്റീൻ്റെ അവിടെ ഞാൻ വന്നു. എന്നിട്ട് ചേച്ചിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. നമ്മളതിനെ ഒരിക്കലും ആ ഡോറിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മളെ പുറത്തേക്ക് വിടില്ല. അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച വഴിയിലല്ല, അപ്പുറത്തെ വഴി കൂടി ആയിരുന്നു എൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്ക് പോയി. ഇൻ്റർനാഷണൽ എൻട്രീസ് ആ ഡിപ്പാച്ചറിലായിരുന്നു. അപ്പോൾ അവിടേക്ക് അങ്ങനെ കയറി. അവിടെ ചെന്ന് ഞാൻ ടിക്കറ്റും വിസയൊക്കെ ഞാൻ കോപ്പി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കാണിച്ചു കൊടുത്തു, എൻ്റെ പാസ്പോർട്ടും കാണിച്ചു കൊടുത്തു. ഞാൻ അങ്ങനെ എൻട്രി ആയി. ഞാൻ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ 11:45 കഴിഞ്ഞ് 12 മണി ആ ഒരു സമയമായി ഉണ്ടായിരുന്നു. 11:30 ആകുമ്പോഴേക്കും നമ്മളവിടെ കയറണമായിരുന്നു. അതിനുശേഷം ഞാൻ നേരെ ചെക്കിങ്ങിലേക്ക്, ഇമിഗ്രേഷൻ ചെക്കിങ്, അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് നിന്നു. ഞാൻ ഈ ചെക്കിങ് കഴിയണ വരെ അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്ര ലേറ്റായിട്ടാണ് പോയെന്ന് അറിയാം അവർ. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് നേരെ എടുക്കുകയും ചെയ്തു. എൻ്റെ കാര്യത്തിൽ വെയിറ്റിൻ്റെ കാര്യം ഇത്തിരി പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ സാധനങ്ങളെടുത്ത് പുറത്തേക്ക് ഇട്ടു. കുറേ സാധനങ്ങൾ ഞാൻ തന്നെ എടുത്ത് ഇട്ടു. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. പക്ഷേ ഏകദേശം 2 മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ കഴിഞ്ഞു ഇവിടുത്തെ. ഇത്രയും കാര്യങ്ങൾ വരാനുണ്ട് എന്നറിയാതെ നിൽക്കുന്ന ഞാനായിരുന്നു കേട്ടോ ഇത്. ബാഗേജിൻ്റെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ്, പിന്നെ ഇമിഗ്രേഷൻ, പിന്നെ കറൻസി എക്സ്ചേഞ്ച്, പിന്നെ ഫുൾ ചെക്കിങ് ഉണ്ടല്ലോ, ബോഡി ചെക്കിങ്, അങ്ങനെ എല്ലാ സെക്ഷനും കഴിഞ്ഞ് ഞാനൊരു 2 മണിയായി. എന്തായാലും ഗേറ്റിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അത് വേറെ കാര്യം. നമ്മുടെ ഗേറ്റ് 5 എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് വേഗം ഓടൊക്കെ കൂടി ചെയ്യുമായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിലെത്തി. ഇനി ഉറങ്ങാനുള്ള നേരമാണല്ലോ. ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനേ പറ്റില്ല. നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സീറ്റാണല്ലോ. അപ്പോൾ ഇരിക്കാനും കിടക്കാനും നമുക്ക് ആകെ മാനസികമായിട്ട് എന്തൊക്കെയോ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ സെറ്റപ്പിലൊക്കെ പിന്നെ ഇരുന്ന് നോക്കി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ തീരെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. അന്ന് 3 മണിക്കൂറായിരുന്നു യാത്ര അങ്ങോട്ട്. ഈ ടൈമിൽ പിന്നെ ഫുഡ് വേണ്ടല്ലോ, അപ്പോൾ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ സമയം നീക്കി 5:30 മണിയായി. അപ്പോൾ നമ്മൾ ഷാർജ എയർപോർട്ടിലേക്കുള്ള ആ ഒരു ലാൻഡിങ് ആണ് ഇപ്പോൾ കാണുന്നത്. ഷാർജയിലേക്ക് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ഞാൻ നോക്കിയപ്പോൾ നല്ല ഭംഗിയാണ്. റോഡാണെങ്കിലും വേറെ ആ ഒരു വ്യൂ, സ്കൈ വ്യൂ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഫ്ലൈറ്റിന് പുറത്തേക്ക് ഇറങ്ങി പതുക്കെ നമ്മൾ ബാഗേജിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ബാഗ് അവിടെ എത്തിയിട്ടുണ്ടാവില്ല, ഒരു 15 മിനിറ്റ് എന്തായാലും പിടിക്കും. അപ്പോൾ നമ്മൾ ബാഗേജിൻ്റെ അവിടെ എത്തി.
അവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബാഗ് എല്ലാതും കിട്ടി. നമുക്ക് 2 ബാഗ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാക്കിലൊരു ബാക്ക് ബാഗും മാത്രമാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഫോണിൽ തീരെ ചാർജ് കുറവായിരുന്നു. അപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ നമുക്കൊരു നമ്പർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയതിന് ശേഷം മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ട് ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു. ഫോൺ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷാർജയിൽ വന്നപ്പോൾ തന്നെ എനിക്കൊരു നമ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നമ്പർ ഞാൻ റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എത്തിയ വഴിക്ക് തന്നെ ഞാൻ ഫോൺ ചെയ്തു. പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തി ഇറങ്ങി നിൽക്കുമ്പോഴേക്കും ആളവിടെ ഉണ്ടായിരുന്നു. സ്കൂളിൽ തന്നെ ഏർപ്പാടാക്കിയിട്ടുള്ള ആളായിരുന്നു. എന്നെ വന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ വെയിറ്റിംഗ് ഏരിയയിൽ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മുടി വെട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ എൻ്റെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പം ഞാൻ തന്നെ എന്നെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ ബാക്കിൽ വെച്ചു. എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കാറിൽ തന്നെ ചാർജ് ചെയ്യാനും വെച്ചു. ഞാനിവിടെ എത്തിയെന്ന് എല്ലാവരെയും വിളിച്ച് പറഞ്ഞു. അതിന് ശേഷം ഞാൻ അങ്ങോട്ട് ആ വഴി അങ്ങോട്ട് ആസ്വദിക്കാൻ തുടങ്ങി. ഫുജൈറയിലേക്കുള്ളത് ഷാർജ തൊട്ട് തുടങ്ങിയപ്പോൾ സാധാരണ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വഴിയായിരുന്നു. പക്ഷെ കുറച്ച് ഫുജൈറയുടെ അടുത്തേക്ക് എത്തും തോറും നിറച്ച് ഹിമാലയങ്ങൾ പോലെയായിരുന്നു. നിറച്ച് മലകളും കുന്നുകളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇതൊക്കെ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ പാറകളാണ് അത്ര. പാറ കൊണ്ടുള്ള മലകളാണ് നിറച്ച്. ഫുജൈറ, റാസൽ ഖൈമ ആ ഭാഗം ഫുള്ള് ഇങ്ങനെയുള്ള ഭാഗമാണ്. കാണുമ്പോൾ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ ഈ മലകൾ. നമ്മളിവിടെ പ്രതീക്ഷിക്കണേ ഇല്ല. അതുകൊണ്ട് തന്നെ ഷാർജയിൽ നിന്ന് ഫുജൈറ എത്തണ വരെ എനിക്ക് സമയം പോയതേ അറിഞ്ഞില്ല. ഏകദേശം 110 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചു. പക്ഷേ ആ ഒരു മോർണിംഗ് ടൈമും ആയതോടുകൂടി ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടായിരുന്നു ഞാൻ ഫുജൈറയിലേക്ക് എത്തുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ വലിയൊരു ഓറഞ്ച് സൂര്യനും ഓറഞ്ചും ചുവപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ആകാശമായിരുന്നു എന്നെ ഫുജൈറയിലേക്ക് വെൽക്കം ചെയ്തത്. നല്ലൊരു മോർണിംഗ് ആയിരുന്നു അന്ന്. ഞാൻ കാറിലിരുന്ന് ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. നിവർന്ന് തന്നെ കിടക്കണം എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു റൂമിലെത്തിയിട്ട് കിടന്നുറങ്ങാം എന്ന് വിചാരിച്ചു. പക്ഷെ വഴിയാണെങ്കിൽ ഇത്രയും ഭംഗിയുള്ളൊരു വഴി കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കാതിരിക്കുക. അത്രയും നല്ല ഭംഗിയായിരുന്നു എത്തുന്ന വരെ. അപ്പോൾ ഈ നിറച്ച് ഈ ഭാഗം മുഴുവൻ മലകളും റോഡിൻ്റെ അരികിൽ ചെറുതായിട്ടുള്ള ബിൽഡിങ്സുകളേ ഉള്ളൂ. പക്ഷെ നിറച്ച് മലകളായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരെ സഞ്ചരിച്ചപ്പോൾ ഇതാണ് ഫുജൈറ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം കേട്ടോ. അതായത് ഇങ്ങനെ ഇത്രയും നേരം മലകൾ കണ്ടതിന് ശേഷം ഈ ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്ത് ഫുജൈറ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അതായത് ഇത്രയും ഒരു മരുഭൂമിയായിട്ട് കിടന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഒരു ബിൽഡിങ് കാണുമ്പോൾ അതിനെ വല്ലാണ്ട് അതിശയിപ്പിച്ചു. തുടങ്ങുമ്പോൾ തന്നെ നെസ്റ്റോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ലുലു ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ പിന്നെയെന്ന് പറഞ്ഞാൽ ബസ്സൊന്നുമില്ല. ഫുൾ ടാക്സികളും ഓൺ ട്രാൻസ്പോർട്ടും മാത്രമേ ഉള്ളൂ ഇവിടെ. ടൗൺ എത്തി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സ്റ്റേ നിൽക്കുന്ന അക്കോമഡേഷൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തി. അവിടെ എത്തി നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കി എല്ലാതും മുകളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ റൂമിലെത്തിയതിന് ശേഷം എനിക്ക് അവിടുത്തെ വൈഫൈ പാസ്വേഡും പേരൊക്കെ തന്ന് അങ്ങനെ ആൾ പോയി. വന്നിരുന്നിട്ട് കുറേ സാധനങ്ങൾ നിരത്തിയിട്ടു. വൈഫൈ കിട്ടിയോടുകൂടി നെറ്റ് വന്നതോടുകൂടി കുറേ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് നമ്മൾ ഇവിടെ രാവിലെ ഇന്ത്യൻ ടൈം 7 മണി. ഇവിടെ ഒരു 5:30 ആകുമ്പോൾ ലാൻഡ് ചെയ്തു. നമുക്ക് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ നമ്മളെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ പിക്ക് ചെയ്തു. ഏകദേശം ഒരു 110 കിലോമീറ്ററൊക്കെ വണ്ടിയിൽ ഷാർജ ടു ഫുജൈറ നമ്മുടെ അക്കോമഡേഷനിലേക്ക് എത്തി. ഇനി ഒന്നും തൊട്ട് തുടങ്ങണം. നല്ലൊരു ഫുജൈറ അടിപൊളി സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടാ. ഫുൾ ഹിമാലയമാണ്. ഇന്ത്യ വിട്ട് പോകുന്നതെന്ന് അങ്ങനെ തോന്നുന്നില്ല. ഫുള്ള് ഹിമാലയം. മീൻസ് നമ്മുടെ കേരളത്തിൽ ഹിമാലയം ഉണ്ടെന്നല്ല, ആ ഒരു സ്ട്രക്ചറായിരുന്നു. നല്ല സ്ഥലം. ഇനിയുള്ള പരിപാടികൾ വഴിയെ കാണാം. ഇനി എല്ലാം ഒന്ന് സെറ്റാക്കണം. എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. പാൻറ് തന്നെ ഉണ്ട് 5 എണ്ണം. ഫ്ലൈറ്റ് കഥ ഇമിഗ്രേഷൻ കഥ ഒന്നും പറയാണ്ടിരിക്കുക വേണം. വെയിറ്റ് കൂടി എന്തൊക്കെയോ ചെയ്തല്ലാതെ ശരിയായി ഇവിടെ എത്തി. അങ്ങനെ പരിപാടികൾ. നമ്മൾ ദുബായിലെത്തി, ഫുജൈറയിലെത്തി. ഈ ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാം. ബൈ.